മുസ്ലിം ലീഗ് ആകെ ബേജാറിലാണ്. ഞങ്ങളെ നാട്ടിലൊരാൾ ഇന്നാളിനോട് പറഞ്ഞു, മുസ്ലിം ലീഗ് ഇപ്പൊ 5 കൊല്ലം ഭരണമില്ലാതെ ഇപ്പൊ പിരാന്തായി, 10 കൊല്ലം ഇപ്പൊ മൂച്ചി പിരാന്തായിട്ടുണ്ട്. അത് സത്യമാണ്. മുസ്ലിം ലീഗിനെ 5 കൊല്ലത്ത് കഴിഞ്ഞിട്ടൊരു ഭരണമില്ലാതെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് പ്രയാസമാണ്. ആ പ്രയാസത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവര് ആരെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്? ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. പലയിടത്തുമായി SDPIയെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ആ ഒപ്പം കൂട്ടിയിട്ടാണെങ്കിലും കോൺഗ്രസിന് അധികാരത്തിൽ വരാം എന്നുള്ളത് കൊണ്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതിന് സമ്മതം മൂളി അതിനെ നന്നായി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ വലിയ ആശ്വാസം എന്താ? ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ടിനും നല്ല സീറ്റിനും UDFന് വിജയിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കുകയാണ്. 4 വോട്ടിന് വേണ്ടി, 4 സീറ്റിന് വേണ്ടി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയാണ് നിങ്ങൾ തകർക്കുന്നത്. കേരളത്തിന്റെ മണ്ണിൽ 2 കാലും ഇങ്ങനെ അമർന്നിരുന്ന ഇപ്പൊ നിങ്ങൾക്കത് ചെയ്യുമ്പോ തോന്നില്ല. കാരണം കോൺഗ്രസിന്റെ കയ്യിൽ ഭരണമേൽപ്പിച്ചാൽ അത് BJPയുടെ കൈകളിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയുടെ നേതാവാണ് പറഞ്ഞത്, 30 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കും. അപ്പൊ നമുക്ക് അത്ഭുതമായി, അയാൾക്ക് ഭീരാന്താണോ? 140 സീറ്റിൽ 70 സീറ്റിലധികം കിട്ടിയാലേ കേരളം ഭരിക്കാൻ പറ്റൂ. പക്ഷെ BJPയുടെ സംസ്ഥാന നേതാവ് പറയാ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. അപ്പൊ 41 സീറ്റ് ആര് കൊടുക്കും? കോൺഗ്രസ് കൊടുക്കും. മറ്റത്തൂരിൽ കണ്ടല്ലോ, അരുണാചൽ പ്രദേശില് എല്ലാരും കൂടി ഒറ്റയടിക്കല്ലേ കൂടും കൊടുക്കരുത്തിട്ട്. ഒരു മടിയില്ല BJPന്റെ ഓഫീസ് കണ്ടു പോകാം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഓഫീസ് കളറങ്ങട് മാറ്റിയിട്ട് BJP ആക്കാം. ഇപ്പൊ കൊച്ചിയിൽ ഒരാൾ പോയിട്ടുണ്ട്. ആദായ നികുതി ഓഫീസിലെ ഉദ്യോഗസ്ഥർ കേറുന്ന ഉറപ്പായപ്പോ കൊച്ചിന്ന് 2020 പോയിട്ടുണ്ട് ഇല്ലേ? അപ്പൊ കോൺഗ്രസിന്റെ വീട്ടുമുറ്റത്ത് ഇടി വന്ന് നിന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പലരുടെയും ഓഫീസിന്റെ വീടിന്റെ മുറ്റത്ത് നോട്ടീസുമായി വന്നു ഒരാളും പോയിട്ടില്ല. ബഹുമാന്യനായ KT ജലീൽ, ധനമന്ത്രിയായിരുന്ന സഖാവ് തോമസ് ഐസക്, തൃശൂരിലെ നമ്മുടെ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാർക്ക് മുമ്പിലും ഇടി കൊലായി വഴി എത്തിയപ്പോ അടുക്കള വഴി BJPയിലേക്ക് പോയിട്ടില്ല. കൊലായിൽ നന്നായി നിവർത്തിയിട്ട മുണ്ടങ്ങ് മടക്കി കുത്തിയിട്ട് തെളിവുമായി വരാൻ പറഞ്ഞിട്ട് ഒരു തെളിവും കിട്ടാതെ ഇപ്പയും അന്തസ്സായി കേരളത്തിന്റെ മുന്നില് അവര് നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷമാണ് ശരി എന്ന് ഞങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.